നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് മിൽമ പാലിനും തൈരിനും വില വർധനവ്. നാളെ മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയും തൈരിന് കിലോയ്ക്ക് 10 രൂപയുമാണ് കൂട്ടിയത്. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന കള്ളുഷാപ്പുകൾ വീണ്ടും തുറക്കാനുള്ള സാധ്യത സർക്കാർ സജീവമായി പരിഗണിക്കുന്നു. വിഷയം പരിശോധിക്കാൻ എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ. ദേശീയപാതയിൽ കുർമാലിയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലേക്ക് മറിഞ്ഞെങ്കിലും ഡ്രൈവർ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മിൽമ പാലിനും തൈരിനും വില വർധനവ്. നാളെ മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയും തൈരിന് കിലോയ്ക്ക് 10 രൂപയുമാണ് കൂട്ടിയത്. ക്ഷീരകർഷകരുടെ ഉൽപാദന ചെലവ് വർദ്ധിച്ചതാണ് വില വർധനവിന് കാരണമെന്നാണ് മിൽമയുടെ വിശദീകരണം. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില നാളെ മുതൽ ഉയരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയുടെ വർധനവും നിലവിൽ വരും. പുതിയ വില പ്രാബല്യത്തിൽ വന്നാലും നിലവിൽ വിപണിയിലുള്ള പാലിന്റെ കവറുകളിൽ പഴയ വില തന്നെയായിരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ വില അച്ചടിച്ച കവറുകൾ പുറത്തിറക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഏകദേശം 1 മാസം വരെ പഴയ കവറുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നും മിൽമ അറിയിച്ചു. ഡബിൾ ടോൺ മിൽക്ക് അഥവാ മിൽമ സ്മാർട്ടിന്റെ 500 മില്ലി മഞ്ഞ കവറിന്റെ വില 25 രൂപയിൽ നിന്ന് 27 രൂപയായി. ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്കിന്റെ 525 മില്ലി നീല കവറിന് ഇനി 30 രൂപ നൽകണം. നേരത്തെ വില 26 രൂപയായിരുന്നു. മിൽമ പ്രൈഡ് 500 മില്ലി ഓറഞ്ച് കവറിന്റെ വില 28 രൂപയിൽ നിന്ന് 30 രൂപയായി. മിൽമ റിച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്കിന്റെ 500 മില്ലി പച്ച കവറിന് ഇനി 32 രൂപയാണ് വില. നേരത്തെ ഇത് 29 രൂപയായിരുന്നു. തൈരിന്റെ വിലയിലും വർധനവുണ്ട്. 525 ഗ്രാം ക്ലാസിക് തൈരിന്റെ വില 35 രൂപയിൽ നിന്ന് 40 രൂപയായി ഉയർത്തി. ക്ഷീരകർഷകരുടെ ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് വില കൂട്ടുന്നതെന്നാണ് മിൽമയുടെ വിശദീകരണം. ലിറ്ററിന് 4 രൂപ വർദ്ധിക്കുമ്പോൾ അതിൽ 3 രൂപ 35 പൈസ അഥവാ 83.75% തുക നേരിട്ട് കർഷകർക്ക് ലഭിക്കുമെന്നും മിൽമ അറിയിച്ചു. 2022 ഡിസംബറിന് ശേഷം ആദ്യമായാണ് മിൽമ പാൽ വില വീണ്ടും വർദ്ധിപ്പിക്കുന്നത്. അന്ന് ലിറ്ററിന് 6 രൂപയാണ് കൂട്ടിയിരുന്നത്. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന കള്ളുഷാപ്പുകൾ വീണ്ടും തുറക്കാനുള്ള സാധ്യത സർക്കാർ സജീവമായി പരിഗണിക്കുന്നു. പരമ്പരാഗത തൊഴിൽ മേഖലയായ കള്ള് വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ വിഷയം പരിശോധിക്കാൻ എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കും. ആയിരക്കണക്കിന് തൊഴിലാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ പൂട്ടിയ കള്ളുഷാപ്പുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള സാധ്യതകളാണ് സർക്കാർ പരിശോധിക്കുന്നത്. എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്താനാണ് തീരുമാനം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്താകെ 1460 കള്ളുഷാപ്പുകളാണ് അടച്ചുപൂട്ടിയത്. ഇതോടെ 4500-ലധികം തൊഴിലാളികൾക്ക് തൊഴിലും വരുമാനവും നഷ്ടമായി. ബാറുകളുടെയും ബിവറേജ് ഔട്ട്ലെറ്റുകളുടെയും എണ്ണം വർദ്ധിച്ചതോടെ കള്ളിന്റെ വിൽപ്പനയിൽ ഇടിവുണ്ടാവുകയും നിരവധി ഷാപ്പുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലാകുകയും ചെയ്തിരുന്നു. അതേസമയം ഒരിക്കൽ പൂട്ടിയ ഷാപ്പുകൾ വീണ്ടും തുറക്കുക എളുപ്പമല്ലെന്നാണ് ഉടമകൾ പറയുന്നത്. ഉയർന്ന കെട്ടിട വാടക, ലൈസൻസ് സംബന്ധമായ നടപടിക്രമങ്ങൾ, പ്രാദേശിക എതിർപ്പുകൾ എന്നിവ പ്രധാന വെല്ലുവിളികളായി നിലനിൽക്കുന്നു. പതിറ്റാണ്ടുകളായി ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളും ഉടമകളും അനുകൂല സർക്കാർ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. ചർച്ചകൾക്ക് ശേഷമുള്ള സർക്കാർ നിലപാടാണ് ഇനി കള്ളു വ്യവസായത്തിന്റെ ഭാവി നിർണ്ണയിക്കുക. മീഡിയ ടൈം, കൊച്ചി. ആത്മീയതയും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും ഒരുപോലെ വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് സമസ്ത കേരള ജമഅത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കുന്നത്തേരി കിഡ്സ് ബി അൽബീർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മീയതയിലൂന്നിയ വിദ്യാഭ്യാസമാണ് സമൂഹത്തിന് ആവശ്യമായതെന്നും അതിന്റെ ഭാഗമായാണ് അൽബീർ സ്കൂളുകൾ സ്ഥാപിച്ചു വരുന്നതെന്നും സമസ്ത കേരള ജമഅത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഹാനാവുന്ന ആദ്യ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് വഅല്ലമ ആദമ അസ്മാഅ. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക.
എല്ലാ അറിവുകളും എല്ലാ ടെക്നോളജിയും ഒക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആദം നബിന്റെ മക്കളാവുന്ന നമ്മൾ രണ്ട് നിലക്ക് ഉപയോഗപ്പെടുത്തുന്നു. കുന്നതേരിയിൽ കിഡ്സ് ബി അൽബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേരള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് ബി അൽബിർ എന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ഔപചാരികമായ തുടക്കമാണ് നമ്മൾ കുറിക്കുന്നത്. നേരത്തെ ആമുഖമായി സംസാരിച്ച ശ്രീ നസീർ പണ്ടേച്ചാൽ ഈ സ്കൂളിൻ്റെ സങ്കല്പത്തെ പറ്റി തന്നെ പറഞ്ഞു. പുതിയൊരു കാലത്ത് വളരെ വേഗതയിൽ ചെറുപ്പക്കാരെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് സൗകര്യങ്ങളും പണ്ടുള്ളതിനേക്കാൾ കൂടുതലുള്ള സാഹചര്യങ്ങളെല്ലാം ഉള്ള ഒരു കാലത്ത് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ സാമൂഹിക മൂല്യങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു കാലം കൂടിയാണ്. അതല്ലെങ്കിൽ അവരെ തെറ്റായ രീതിയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരുപാട് പ്രവണതകൾ നമ്മുടെ സമൂഹത്തിനകത്തുള്ള ഒരു കാലം കൂടിയാണ്. അങ്ങനെ ഒരു കാലത്ത് സ്കൂളുകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ പഠനത്തിന് വേണ്ടി വിളിച്ചു വരുത്തുക എന്നതിനപ്പുറത്തേക്ക് അവരെ സാമൂഹിക ബോധമുള്ള, അവരെ മതപരമായ ദൈവവിശ്വാസമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിസാർ പുത്തഞ്ചിറ സ്വാഗതവും ട്രസ്റ്റ് ചെയർമാൻ സലീം കാലടി അധ്യക്ഷതയും വഹിച്ചു. ഡിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ DK അബ്ദുൽ ഹസീസ് ഹാജി സ്കൂൾ ഡയറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നൂറുദ്ദീൻ കുഴിക്കണ്ടത്തിൽ ഉപഹാര സമർപ്പണം നടത്തി. പുത്തഞ്ചിറ കിഴക്കേ മഹല്ല് ഖത്തീബ് ഉബൈദുള്ള നിസാമി മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CN പ്രദീപ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുജിത് ലാൽ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS ഷാജു, വാർഡ് മെമ്പർ ജോപി മങ്കടിയാൻ, സൈഫുദ്ദീൻ ഉസ്താദ്, മജീദ് അലി മണ്ണാന്തറ, MB സൈദു, റിയാസ് ജമാൽ, ഇസ്മായിൽ അരീപ്പുറം, വീരാൻ മുസ്തഫ അരീപ്പുറം, സുബൈർ വെളുത്തേരി, ഹുസൈൻ കാട്ടൂക്കാരൻ, യുദ്ധി മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം മാള. ദേശീയപാതയിൽ കുറുമാലിയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലേക്ക് മറിഞ്ഞെങ്കിലും ഡ്രൈവർ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടം നടന്നത് കുറുമാലി U-ടേൺ സമീപത്താണ്. ദേശീയപാതയിൽ കുറുമാലി U-ടേൺ സമീപത്ത് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലെ കാനയിലേക്ക് മറിഞ്ഞു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്ത് നിന്ന് വന്ന കാർ ചാലക്കുടി ഭാഗത്ത് നിന്നെത്തിയ മറ്റൊരു വാഹനം പെട്ടെന്ന് U-ടേൺ എടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് അപകടത്തിൽപ്പെടുകയായിരുന്നു. മുന്നിലെ വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിച്ചപ്പോഴാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി മറിഞ്ഞത്. അപകടത്തിന്റെ ആഘാതത്തിൽ കാറിന്റെ മുൻവശത്തെ ചക്രം വേർപെട്ട നിലയിലായിരുന്നു. കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് വലിയ ദുരന്തം ഒഴിവാക്കി. അതേസമയം കുറുമാലി U-ടേൺ പ്രദേശം തുടർച്ചയായി അപകടങ്ങൾ നടക്കുന്ന മേഖലയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ മതിയായ ട്രാഫിക് സിഗ്നലുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ച് വാഹനയാത്രികർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മീഡിയ ടൈം കൊടകര. എടത്തിരിഞ്ഞിയിൽ കോഴിക്കൂട്ടിൽ കയറിക്കൂടിയ മലമ്പാമ്പിനെ പിടികൂടി. എടത്തിരിഞ്ഞി കോലിപ്പറമ്പിൽ സുധീർ കുമാറിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് മലമ്പാമ്പിനെ കണ്ടത്. പടിയൂർ പഞ്ചായത്ത് അംഗം TS സുദേവൻ അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കുളിമുട്ടം സ്വദേശി അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. മലമ്പാമ്പിന് 8 അടിയോളം നീളമുണ്ട്. മലമ്പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. കയ്പമംഗലത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. കയ്പമംഗലം പനമ്പിക്കുന്ന് സ്വദേശി പള്ളായി പീടികയിൽ മുഹമ്മദ് റഷീദിന്റെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് സംഭവം. ഇടിമിന്നലിൽ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. AC, TV, ഫാനുകൾ, LED ലൈറ്റുകൾ, സ്വിച്ച്, വൈദ്യുതി മീറ്റർ തുടങ്ങിയവയാണ് കത്തിനശിച്ചത്. വീടിന്റെ ടെറസിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് മിൽമ പാലിനും തൈരിനും വില വർധനവ്. നാളെ മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയും തൈരിന് കിലോയ്ക്ക് 10 രൂപയുമാണ് കൂട്ടിയത്. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന കള്ളുഷാപ്പുകൾ വീണ്ടും തുറക്കാനുള്ള സാധ്യത സർക്കാർ സജീവമായി പരിഗണിക്കുന്നു. വിഷയം പരിശോധിക്കാൻ എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ. ദേശീയപാതയിൽ കുറുമാലിയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലേക്ക് മറിഞ്ഞെങ്കിലും ഡ്രൈവർ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.